പശ്ചിമേഷ്യയിൽ കൊടുമ്പിരി കൊള്ളുന്ന യുദ്ധം അതീവ രൂക്ഷമായി തന്നെ തുടരുമ്പോൾ പല ലോക രാജ്യങ്ങളും ഇത് മോശമായ അവസ്ഥയിലേക്ക് എത്തുന്നതായും അവരെ ഇത് വലിയ രീതിയിൽ ബാധിച്ചിരിക്കുന്നതായും തന്നെ വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇന്ത്യക്കും ഇത് തെല്ലല്ലാത്ത രീതിയിലുള്ള ക്ഷീണം ഉണ്ടാക്കിയതായി തെളിയിക്കുന്ന ചില സൂചനകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഇന്ധന വിതരണ ശൃംഖലയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളാണ് ഇവിടെ പുറത്തു വരുന്നത്. ഇത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ ഇന്ത്യയെ എങ്ങനെ താങ്ങി നിർത്താൻ ഈ ഒരു അവസരത്തിൽ അവർ ശ്രമിക്കുന്നു അല്ലെങ്കിൽ മത്സരിക്കുന്നു എന്നതിൻ്റെ ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പശ്ചിമേഷ്യയിൽ യുദ്ധം ഇന്ത്യയും വലിയ രീതിയിൽ കൊടുമ്പിരി കൊള്ളുമ്പോൾ ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള വാതക ഇന്ധന വിതരണ ശൃംഖലയെ അത് ബാധിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയെ പിന്തുണച്ചുകൊണ്ട് ഇസ്രയേലും കാനഡയും രംഗത്ത് വന്നിരിക്കുന്നത് ഏറ്റവും വലിയൊരു ശ്രദ്ധേയമായ കാര്യമായി മാറുകയാണ്. ഇന്ത്യക്ക് ആവശ്യമുള്ള ഗ്യാസ് വിതരണം ചെയ്യാൻ തയ്യാറാണ് എന്നതാണ് ഇപ്പോൾ ഓസ്ട്രേലിയയും കാനഡയും വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യയുടെ നിലവിലുള്ള ഊർജ്ജ സ്റ്റോക്ക് അവിടെ വലിയ രീതിയിൽ പര്യാപ്തമാണ് എന്നും പുതിയ വിതരണ ശൃംഖലകളെ കുറിച്ചുള്ള തീരുമാനം വൈകാതെ തന്നെ സ്വീകരിക്കും എന്നതാണ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത്. ഖത്തറിൽ നിന്നുള്ള LPG വിതരണത്തിൽ തുടർച്ചയായ തടസ്സങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ പോലും ഊർജ്ജ സുരക്ഷയുടെ കാര്യത്തിൽ നിലവിൽ പ്രതിസന്ധികൾ ഒന്നും തന്നെ ഇല്ല എന്നതാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യ ആകട്ടെ പ്രതിദിനം ഏകദേശം 195 ദശലക്ഷം വരുന്ന ഏകദേശം ഇന്ധനങ്ങൾ ഗ്യാസ് ഇറക്കുമതി ചെയ്യുന്നു എന്നതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അതിൽ ഏകദേശം 60 MMSCMD ഖത്തർ വിതരണം ചെയ്യുന്നതായും വ്യക്തമാക്കുന്നു. എന്നാൽ സമീപകാല തടസ്സങ്ങൾ മൂലം ഈ ഒരു വിതരണമാകട്ടെ വലിയ ആശങ്കകൾ ഉയർത്തുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ ബദൽ മാർഗങ്ങൾ തേടുന്നതെന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അന്താരാഷ്ട്ര ഊർജ ഏജൻസി, അതേപോലെ പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെ സംഘടന എന്നിവയുമായി ഇന്ത്യ ചർച്ചകൾ നടത്തി വരുന്നതിനിടയിലാണ് ഇത്തരം ഒരു രീതിയിലുള്ള പ്രതികരണം നടത്തി കാനഡയും ഓസ്ട്രേലിയയും രംഗത്ത് വരുന്നത്. കപ്പൽ ഇൻഷുറൻസിനായി തന്നെ ഇന്ത്യ അമേരിക്കയുമായി ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം രൂക്ഷമാകുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഖത്തർ തങ്ങളുടെ പ്ലാന്റുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ തുടർന്നുകൊണ്ട് LPG ഉൽപാദനം നിർത്തിവച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ പശ്ചിമേഷ്യയിലെ എണ്ണവാതക കയറ്റുമതികൾക്കുള്ള നിർണായക ഷിപ്പിംഗ് റൂട്ടായ ഹോർമോസ് കടലിടുക്കാകട്ടെ നിലവിൽ അടച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കൂടി ഖത്തറിലേക്ക് കപ്പലുകൾ അയക്കുവാനും കഴിയുന്നതല്ല. ഇന്ത്യയിലെ വ്യാവസായിക ഉപഭോക്താക്കൾക്കും നഗര ഗ്യാസ് വിതരണ കമ്പനികൾക്കും 40% വരെ വിതരണം അവിടെ നിർത്തിവെക്കാൻ ഈ താൽക്കാലിക തടസ്സം കാരണമായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യക്ക് ഗ്യാസ് വിൽക്കാൻ തയ്യാറാണ് എന്ന് ഓസ്ട്രേലിയയും കാനഡയും ഇവിടെ അറിയിച്ചിരിക്കുന്നതായി തന്നെ വിലയിരുത്തൽ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.